ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. മഹാഭാരത കഥയിൽ അംബയുടെ കഥയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ജീവിതം തകർത്ത ഭീഷ്മരോട് എങ്ങനെയും പകരം വീട്ടുക എന്നത് മാത്രമായി അംബയുടെ ലക്ഷ്യം. തൻ്റെ മാതാമഹനായ ഹോത്രവാഹനരികിൽ കരഞ്ഞുകൊണ്ടിരുന്ന അംബയെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. മഹാനായ പരശുരാമൻ നിന്നെ രക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ സമയത്ത് അകൃതവർണൻ എന്ന മഹാമുനി ശിഷ്യന്മാരോടൊപ്പം അവിടെ എത്തിച്ചേർന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അംബയെ കണ്ട ആ മുനി കഥയാരാഞ്ഞു. വിവരമെല്ലാം അറിഞ്ഞ അദ്ദേഹം പറഞ്ഞു, മഹാവീരനായ പരശുരാമൻ നാളെ ഈ വനത്തിൽ വരുന്നുണ്ട്. നിന്റെ ദുഃഖം അദ്ദേഹം തീർക്കും. അംബ ശങ്കയോടെ ചോദിച്ചു, മഹർഷേ, ആരാണിതിൽ കുറ്റക്കാരൻ? ഞാൻ സ്വാലനെ സ്നേഹിക്കുന്നു എന്നറിയാതെയാണ് ഭീഷ്മർ എന്നെ അപഹരിച്ചത്. അഭിമാനത്താലാണ് സ്വാലൻ എന്നെ കൈക്കൊള്ളാഞ്ഞത്. ഭീഷ്മനോ സ്വാലനോ ആരാണ് അപരാധി? മഹർഷി പറഞ്ഞു, ഇതിൽ തെറ്റുകാരൻ ഭീഷ്മൻ തന്നെയാണ്. ഭീഷ്മൻ പൗരുഷത്താലും വിജയത്താലും അഹങ്കരിക്കുന്നവനാണ്. അംബ കണ്ണുനീർ തുടച്ചിട്ട് ദൃഢസ്വരത്തിൽ പറഞ്ഞു, എന്നെ ഈ നിലയിലാക്കി തീർത്ത ഭീഷ്മനെ ഞാൻ കൊല്ലിക്കും. എന്നെ കരയിക്കുന്നവൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കും. പിറ്റേന്ന് പുലർച്ചയിൽ സൂര്യ തേജസ്സോടെ പരശുരാമന്റെ വരവായി. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തൊഴുതു നിൽക്കുന്ന അംബയെ കണ്ട രാമൻ കാര്യം അന്വേഷിച്ചു. അംബ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് തൻ്റെ കഥ മുഴുവനും പറഞ്ഞു. കഥയെല്ലാം കേട്ട പരശുരാമൻ പറഞ്ഞു, ഞാനിതാ അങ്ങോട്ട് പോകുകയായി. നിന്നെ സ്വീകരിക്കുവാൻ ഞാൻ ഭീഷ്മരോട് ആജ്ഞാപിക്കും. അയാളത് ചെയ്തില്ലെങ്കിൽ ഞാൻ കുരുവംശം ചുട്ടിരിക്കും. അതല്ല, സ്വാലനോടാണ് ഞാൻ ആജ്ഞാപിക്കേണ്ടതെങ്കിൽ നീ പറയുക. അത് വേണ്ട, സ്വാലൻ എന്നെ ത്യജിച്ചത് ഭീഷ്മപ്രഭാവം കാരണമാണ്. അഹങ്കാരിയായ ഭീഷ്മരെ കൊല്ലുക എന്ന് അംബ വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. പരശുരാമൻ സരസ്വതി നദീതീരത്തെത്തി. അവിടെ ചെന്നിരുന്നു കൊണ്ട് ഭീഷ്മരെ ആളയച്ചു വരുത്തി. ഭീഷ്മരുടെ ഗുരുവാണ് പരശുരാമൻ. അദ്ദേഹം അവിടെ എത്തി ഗുരുവിനെ വന്ദിച്ചു. അപമാനിതയും ദുഃഖിതയുമായ അംബയെ സ്വീകരിക്കണമെന്ന് മഹർഷി ഭീഷ്മരോട് ആജ്ഞാപിച്ചു. താൻ അറിഞ്ഞുകൊണ്ടല്ല അംബയെ ദുഃഖിപ്പിച്ചതെന്നും സ്വാലനെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞതോടെ താൻ അവളെ ആദരവോടെയാണ് പറഞ്ഞയച്ചതെന്നും ഭീഷ്മർ പറയുകയുണ്ടായി. അന്യനെ മനസ്സാ വരിച്ച ഇവളെ ഞാൻ കുലവധുവായി സ്വീകരിക്കുകയില്ല എന്ന് ഭീഷ്മർ പറഞ്ഞു. ക്രോധം കൊണ്ട് പരശുരാമന്റെ കണ്ണു ചുവന്നു. എന്റെ വാക്ക് കൈക്കൊള്ളുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഭീഷ്മർ കൈകൂപ്പി നിന്ന് പറഞ്ഞു, അന്യനെ സ്നേഹിക്കുന്ന ഇവളെ ഗൃഹത്തിൽ പാർപ്പിക്കുന്നത് പെൺപാമ്പിനെ പാർപ്പിക്കുന്നത് പോലെയാണ്. ഞാൻ ധർമ്മം കൈവിടുകയില്ല. സ്ത്രീദോഷം ഞാൻ സ്വീകരിക്കുകയില്ല. അവിടുന്ന് പ്രസാദിച്ചാലും അല്ല വിരോധിപ്പാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ യുദ്ധത്തിന് തയ്യാറാണ്. കുരുക്ഷേത്രത്തിലേക്ക് പോകാം എന്ന് ഭീഷ്മനും രാമനും ഒരുമിച്ച് തന്നെ പറഞ്ഞു. പരശുരാമനെ നമസ്കരിച്ചിട്ട് ഭീഷ്മർ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അവിടെ അമ്മയായ സത്യവതിയെ കണ്ട് കാര്യമെല്ലാം ഉണർത്തിച്ച് അനുഗ്രഹം വാങ്ങി പടയ്ക്കൊരുങ്ങി പുറപ്പെട്ടു. വെള്ളക്കുതിരയെ പൂട്ടിയ രഥത്തിൽ വെള്ള ചട്ടയിട്ട് വെള്ളിവില്ല് കയ്യിലേന്തി വെളുത്ത ആഭരണങ്ങൾ ധരിച്ച് വെളുത്ത പട്ടുടുത്ത് വെൺകൊറ്റക്കൊട പിടിച്ച് വെഞ്ചാമരങ്ങൾ വീശിച്ച് മഹാതേജസ്വിയായ ഭീഷ്മർ കുരുക്ഷേത്രത്തിലേക്ക് പാഞ്ഞുപോയി. കുരുക്ഷേത്രത്തിലെത്തിയ ഭീഷ്മർ പരശുരാമനെ വന്ദിച്ച് ഇങ്ങനെ ഉണർത്തിച്ചു, അവിടുന്ന് ഭൂമിയിൽ നിൽക്കുന്നു, ഞാൻ തേരിലും. അവിടുന്ന് പടച്ചട്ട അണിഞ്ഞിട്ടില്ല, ഞാൻ പടച്ചട്ട അണിഞ്ഞവനാണ്. ഇത് ന്യായമല്ല. അവിടുന്ന് തേരും പടച്ചട്ടയും സ്വീകരിച്ചാലും എന്നിട്ടാവാം യുദ്ധം. പരശുരാമൻ പൊട്ടിച്ചിരിച്ചു. ഭീഷ്മ, ഭൂമിയാണ് എനിക്ക് തേര്, വേദങ്ങളാണ് കുതിരകൾ, വായുവാണെന്റെ തേരാളി. യുദ്ധം തുടങ്ങാം. ഭീഷ്മർ ഗുരുവിനെ വന്ദിച്ചു. എന്നിട്ട് പൊന്നുകെട്ടിയ തൻ്റെ ശംഖെടുത്ത് ഉച്ചത്തിൽ മുഴക്കിയിട്ട് യുദ്ധം ആരംഭിച്ചു. ഇരുവരും തമ്മിൽ ഘോരമായ യുദ്ധം. അസ്ത്രങ്ങൾ കൊണ്ട് വാനിടം മൂടി. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം. രാമബാണമേറ്റ ഇടയ്ക്ക് ബോധരഹിതനായ ഭീഷ്മരെ സൂതൻ പിന്മാറ്റി ആശ്വസിപ്പിച്ചു. വീണ്ടും സജ്ജനായി പാഞ്ഞെത്തിയ ഭീഷ്മൻ രാമനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി.
യുദ്ധത്തിൽ ആർക്കും ജയമോ തോൽവിയോ ഉണ്ടായില്ല. ഒരു നാൾ ഭീഷ്മരുടെ സൂതൻ അമ്പേറ്റു വീണു. ദുഃഖിതനായി നിൽക്കുന്ന ഭീഷ്മരും മെയ്യു പിളിർക്കെ വന്നു തറച്ച രാമബാണമേറ്റ് മോഹിച്ചു വീണു. ഭീഷ്മർ മരിച്ചെന്നോർത്ത് പരശുരാമൻ അട്ടഹാസം മുഴക്കി. അപ്പോൾ അഗ്നി പോലെ ശോഭിക്കുന്ന 8 ബ്രാഹ്മണർ ഭീഷ്മരെ താങ്ങി ഭൂമിയിൽ വീഴാതെ കാത്തു. അവർ ഭീഷ്മരെ ആശ്വസിപ്പിച്ചു. വീണ്ടും തേരിലേറിയ ഭീഷ്മർ മരിച്ചു വീണ സൂതന്റെ സ്ഥാനത്ത് കുതിരകളുടെ കടിഞ്ഞാണേന്തിയ ഗംഗാദേവിയെ കണ്ട് ആനന്ദം പൂണ്ടു. ഭീഷ്മരുടെ തീക്ഷ്ണമായ ബാണങ്ങളേറ്റ് ഏറെ നേരം രാമൻ മുട്ടുകുത്തി ഇരുന്നുപോയി. കയ്യിൽ നിന്ന് പടവില്ല് താഴെ വീണു. വീണ്ടും എണീറ്റ് യുദ്ധം തുടർന്നു. 22-ാം രാത്രിയിൽ ഭീഷ്മർ ഒരു സ്വപ്നം കണ്ടു. തേജസ്വികളായ 8 ബ്രാഹ്മണർ അദ്ദേഹത്തോട് പറയുന്നു, വീര, നീ രാമനെ പോരിൽ വെല്ലും. നിന്നെ ഒരിക്കലും രാമൻ ജയിക്കില്ല. പ്രസ്വാപം എന്ന അസ്ത്രം നിനക്ക് പൂർവജന്മത്തിലെ അറിവുള്ളതാണ്. നീ അത് സ്മരിക്കും. നിന്റെ അമ്പാൽ രാമൻ മരിക്കുകയില്ല. രാമനെ ജയിച്ച് നീ കീർത്തി നേടും. 23-ാം നാൾ വീണ്ടും ഘോരമായ യുദ്ധം തുടങ്ങി. പരശുരാമൻ ഭീഷ്മരുടെ നേർക്ക് സാക്ഷാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. പ്രളയാഗ്നി കണക്കെ ആളിവരുന്ന ബ്രഹ്മാസ്ത്രത്തിന് പ്രത്യസ്ത്രമായി ഭീഷ്മർ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു. വിണ്ണിലെങ്ങും മഹാജ്വാലകൾ ഉയർന്നു. പെട്ടെന്ന് ഭീഷ്മർ സ്വപ്നത്തിലോർത്ത പ്രസ്വപാസ്ത്രം മന്ത്രം ജപിച്ച് രാമന്റെ നേർക്ക് തൊടുത്തു. അരുതേ അരുതേ എന്ന് വിളിച്ചുകൊണ്ട് നാരദമുനി കൈ ഉയർത്തിക്കൊണ്ട് പാഞ്ഞു വന്ന് നടുവിൽ നിന്നു. നാരദൻ പറഞ്ഞു, രാമൻ തപസ്വിയാണ്, ബ്രാഹ്മണനാണ്, നിന്റെ ഗുരുവാണ്, അരുത്. ഉടനെ തലേന്നാൾ സ്വപ്നത്തിൽ കണ്ട 8 ബ്രാഹ്മണരും മുകളിൽ വന്ന് നിൽക്കുന്നതായി ഭീഷ്മർ കണ്ടു. അവർ പുഞ്ചിരിയോടെ പറഞ്ഞു, ഭീഷ്മ, നാരദൻ പറയുന്നത് അനുസരിക്കൂ. അത് കേട്ട ഭീഷ്മർ പ്രസ്വപാസ്ത്രം പിൻവലിച്ചു. വീണ്ടും ബ്രഹ്മാസ്ത്രം ജ്വലിപ്പിക്കുകയും ചെയ്തു. ഈ മഹാപരാക്രമം കണ്ട പരശുരാമൻ സന്തുഷ്ടനായി. ഭീഷ്മ, ഞാൻ നിന്നാൽ ജയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. മുറിവേറ്റ് ചോര ചിന്തുന്ന മെയ്യുമായി വന്ന് കാൽക്കൽ വീണ ഭീഷ്മരെ ആശീർവദിച്ച രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭീഷ്മ, നിന്നെപ്പോലൊരു ക്ഷത്രിയൻ ഈ ലോകത്തിലില്ല. നീ എന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. എന്നിട്ട് ജനമധ്യത്തിൽ വെച്ച് തന്നെ പരശുരാമൻ അമ്പയെ വിളിച്ചു പറഞ്ഞു, ഭദ്രേ, എനിക്ക് ഭീഷ്മരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല എന്ന് നീ കണ്ടുവല്ലോ. നീ ഈ ഭീഷ്മരെ തന്നെ ശരണം പ്രാപിക്കുക. അമ്പയാകട്ടെ കോപതാപങ്ങളാൽ കലങ്ങിയ കണ്ണുകളോടെ ഭീഷ്മരെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഈ ഭീഷ്മർ ദേവകൾക്കും അജയ്യനാണ്. അവിടുന്ന് ഏറെ യത്നിച്ചിട്ടും ഇയാളെ പരാജയപ്പെടുത്താനായില്ല. പക്ഷേ അറിഞ്ഞാലും ഞാൻ തന്നെ ഭീഷ്മരെ വധിക്കും. അതിന് മാർഗം തേടട്ടെ. അമ്പ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അതിവേഗം തപസ്സിനായി കാട്ടിലേക്ക് പോയി. അമ്പ കാട്ടിൽ ചെന്ന് കൊടും തപസ് ചെയ്തു. ഒടുവിൽ കോപത്തോടെ ഭീഷ്മവധത്തിനു വേണ്ടി എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അഗ്നിയിൽ ചാടി മരിച്ചു. ആ അമ്പയാണ് പിന്നീട് ദ്രുപദരാജാവിന്റെ സന്താനവും ആണും പെണ്ണും കെട്ടവനുമായ ശിഖണ്ഡിയായി ജനിച്ചത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നതുവരെ ബൈ.